ഹലോ ഫ്രണ്ട്സ്, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലൈവ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചാറ്റിലോട്ട് പോകാം. ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ്, ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. 51,952 എന്ന ലെവലിലാണ്. ഓക്കെ, ഇന്ന് ലെവൽസിനെ കുറിച്ച് ട്രേഡിംഗ് ചാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ അത് ഇതല്ല കാണിക്കുന്നത്. 51,800 സംതിങ്ങിലാണ് ഓപ്പൺ കാണിക്കുന്നത്. പക്ഷേ ബ്രോക്കർ ചാർട്ടിലല്ല, 51,952 തന്നെയാണ് ഓപ്പണും ഹൈ. ഓപ്പണിംഗ് ഈക്വൽ ടു ഹൈ തന്നെയാണ് ഇന്ന്. അപ്പോൾ ആ ലെവലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, ബ്രോക്കർ ചാർട്ടിലെല്ലാം ഫൈസും ബാൻഡും എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. അതെല്ലാം സെയിം ആണ്. ട്രേഡിംഗ് വീല് വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ അത് കാര്യമാക്കണ്ടേ, അതുകൊണ്ടാണ് ബ്രോക്കർ ടെർമിനൽ തന്നെ കാണിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തു. നല്ല ഷാർപ്പായിട്ട് താഴെ വന്നു. ഇവിടെ 51,643 എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത് ഇതിനൊരു 300 പോയിന്റ് റേഞ്ച് ആണ്. ഇന്ന് മാർക്കറ്റ് ഭൂരിഭാഗം ഇതിനകത്ത് നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, മുകളിൽ പോവും, ഇവിടെ സെല്ലായി താഴെ വരാം, മുകളിൽ പോവും, സെല്ലായി താഴെ വരാം. ഓക്കെ, അങ്ങനെ പലതും സംഭവിക്കാം. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇന്ന് ഇതിനകത്ത് തന്നെ നിൽക്കാനാണ് സാധ്യത. അഥവാ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ എങ്ങോട്ട് പോവാം? മുകളിലാണെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ ഈ റേഞ്ച് 52,000 വരെ പോവാം. ഓക്കെ, സംഭവിക്കുന്ന അറിയില്ല, കാരണം ഫ്രൈഡേയും കൂടെയാണ്. പക്ഷെ ഫ്രൈഡേ നല്ല മൂവുകൾ കിട്ടാറുമുണ്ട്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിവസമായതുകൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ അത് താഴെ വരികയാണെങ്കിൽ, മോസ്റ്റ് പ്രോബബ്ലി താഴെ വരികയാണെങ്കിൽ ഇവിടെ വരെ വരാം 51,433. ഓക്കെ, ഇത്രയും അപ്പുറമുള്ള മൂവ്മെന്റ് ഒക്കെ ഇനി നടക്കുമെന്നുള്ള സംശയമാണ്. ഇതിനെ നടക്കുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പം കോഷ്യസ് ആയിരിക്കുക. ഒച്ചാടി കയറിയ ട്രേഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പം 100 ക്വാണ്ടിറ്റി എടുക്കുന്ന 50 അല്ലെങ്കിൽ ഒറ്റ ലോട്ടിലോ 2 ലോട്ടിലോ അങ്ങനെയൊക്കെ ആയിട്ട് ചുരുക്കി ചെയ്യുക. കാരണം ഫ്രൈഡേ ആണ്, ഒരു നല്ലൊരു റേഞ്ച്, ഒരു 300 പോയിന്റ്സിന്റെ റേഞ്ച് ഉണ്ട്. ഇതിനകത്ത് നിന്ന് തന്നെ സെല്ലേഴ്സിന് ഡീകേ ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അഥവാ ഇങ്ങോട്ട് താഴോട്ട് വരികയാണെങ്കിൽ നല്ലൊരു എന്താ പറയാ, ഒരു മൂവ് വരികയാണെങ്കിൽ തിരിച്ച് മുകളിലോട്ട് കയറി പോകും. കാരണം ബൈ ഓൺ ഡിപ്സിലാണ് നിൽക്കുന്നത്. ഇത്രയും തന്നെ നോക്കിയാൽ മതി. ഇത്രയും പേര് കൊണ്ടുവന്നു, താഴെ പോകുമ്പോൾ അവർ വിട്ടുകളയും, വീണ്ടും കൊണ്ട് പോകും. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ടൊന്നും താഴെ പോവില്ല. വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി എടുത്തെടുത്ത് ഇങ്ങനെ പോവുക. അപ്പോൾ എന്തായാലും ഇന്നിപ്പോ ഒരു നല്ലൊരു കയറിൽ താഴ്ന്നു കഴിഞ്ഞ് പി എടുത്ത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഈ ലെവൽ വരെയൊക്കെ നോക്കാം. ഇല്ലെങ്കിൽ ഇതിന്റെ ഹാഫ് പോയിന്റ് എടുക്കാമല്ലോ. ഇതിപ്പോ എത്ര പോയിന്റ് ലെവലാ? 200 പോയിന്റ് ലെവലാ. ഇതിന്റെ ഹാഫ് പോയിന്റ് നമുക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇതുവരെ നോക്കാമല്ലോ. ടാർഗറ്റ് ആയിട്ട് നോക്കാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്യുക. നമ്മളെ സെറ്റപ്പ് അതിൽ കിട്ടുമ്പോൾ മാത്രം ചെയ്യുക. ചാടി കയറി എൻട്രി ഒന്നും വേണ്ട. സ്കാൽപ്പിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ എങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഒരു അപ്വേർഡ് കാൻഡിൽ അല്ലെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ കാണിക്കുകയാണെങ്കിൽ അവിടെ ട്രേഡ് നോക്കാം. സ്കാൽപ്പിൽ നോക്കിയാൽ റേഞ്ചിനകത്ത് ഇതിനും അകത്ത് നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇന്ന് ബ്രേക്ക്ഔട്ട് ആയി കാണിച്ചാലും ഇവിടെ നിന്ന് തിരിച്ചതുപോലെ തന്നെ വരാനുള്ള സാധ്യത. ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ മാർക്ക് ചെയ്ത് കൂട്ടി തരാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, ഓക്കെ, എങ്ങോട്ട് ബ്രേക്ക്ഔട്ട് ആയാലും തിരിച്ച് ഇതേ റേഞ്ചിൽ തന്നെ കയറാനുള്ള സാധ്യതയാണ് മാക്സിമം പോസിബിലിറ്റി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങോട്ട് ബ്രേക്ക്ഔട്ട് പോയെന്ന് പറഞ്ഞാൽ തിരിച്ച് റേഞ്ചിലോട്ട് കയറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിൽക്കും. ഓക്കെ, അല്ലാതെ ബ്രേക്ക്ഔട്ട് ഇന്നലത്തെ പോലെ ഒരു മൂവ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് വരാനുള്ള സാധ്യത വെറും 1-2% മാത്രമാണ്. ചിലപ്പോൾ വരാം. ഞാൻ പറയില്ല, മാർക്കറ്റാണ് സുപ്രീം. നമുക്ക് പ്രോബബിലിറ്റി വെച്ച് നമുക്ക് അസംഷൻ ചെയ്യാനേ പറ്റുള്ളൂ. ഇന്നത്തെ അസംഷൻ ഇതാണ്. ഇതിപ്പോ എങ്ങോട്ട് ബ്രേക്ക്ഔട്ട് ആയെന്ന് പറഞ്ഞാലും അതിന്റെ ഇരട്ടി സ്പീഡിൽ താഴോട്ട് വരാനാണ് സാധ്യത. ഇവിടുന്ന് എത്ര താഴോട്ട് ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞാലും അതിന്റെ ഇരട്ടി സ്പീഡിൽ മുകളിലോട്ട് കയറാനാണ് സാധ്യത. ഓക്കെ, അല്ലെങ്കിൽ ഈ റേഞ്ചിനകത്ത് തന്നെ നിൽക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത്. ഓക്കെ,
താങ്ക് യു. വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പറയുന്നതൊക്കെ മനസ്സിലാവാൻ ശ്രമിക്കുന്നു. എൻ്റെ സ്റ്റഡിയാണ്. അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ യൂസ്ഫുൾ ആയാൽ അത്രയും സന്തോഷം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുന്നു. ഇന്ന് എന്തായാലും എൻ്റെ ഒരു സ്റ്റഡി പ്രകാരം എത്ര ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞ് പോയാലും തിരിച്ചതുപോലെ റേഞ്ചിൽ തന്നെ വരും. അപ്പോൾ റിവേഴ്സൽ ട്രേഡ് നോക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ താഴോട്ടാണെങ്കിൽ തിരിച്ച് മുകളിലോട്ട് തന്നെ കയറും. ഇല്ലെങ്കിൽ ഈ റേഞ്ചിനകത്തുള്ള പ്ലേ അതല്ലെങ്കിൽ എങ്ങനെയാ കാണിച്ച് അതും കൂടെ മാർക്ക് ചെയ്യും. ഇങ്ങനെ ഇവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് റിജക്ഷൻ കാണിക്കുമ്പോൾ താഴോട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് പോകും. എന്താ പറയുക, ഇവിടുന്ന് റിജക്ഷൻ കാണിക്കുമ്പോൾ മുകളിലോട്ട്, അങ്ങനെ ട്രേഡ് കൊടുക്കും. ടൈപ്പ് കൊടുത്തിട്ട് ടെക്സ്റ്റ് down trap. ഓക്കെ, ഇത് റിജക്ഷൻ ട്രേഡ് RRT. ഇവിടെ SRT സപ്പോർട്ട് റിജക്ഷൻ ട്രേഡ്. ഈ 4 ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. സൈഡ് വേസ് ആണെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്യും, റെസിസ്റ്റിനെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റാണ് സൈഡ് വേസ് മാർക്കറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് 4 ട്രേഡ്. സ്കാൽപ്പിങ്ങിന് എന്താ പറയാ, 1-2 ക്യാൻഡിൽ മാത്രം മതി, വേറെ ടോപ്പിക്കാണ്. ഓക്കെ, ഞാനിത് ഇന്നത്തെ ഡേ മുഴുവൻ യൂസ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു ട്രേഡിങ് 4 ട്രേഡ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒന്ന് ഇവിടുന്നുള്ള മൂവ്, പിന്നെ ഇവിടുന്നുള്ള റെസിസ്റ്റൻസ് എന്നുള്ള സെക്ഷൻ മൂവ്. കാരണം സൈഡ് വേസ് മാർക്കറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിനെ ഒരുപോലെ റെസ്പെക്ട് ചെയ്യും, റെസിസ്റ്റിനെ ഒരുപോലെ റെസ്പെക്ട് ചെയ്യും. അതാണ് സൈഡ് വേസ് മാർക്കറ്റ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ട്രേഡ് ഒരു ട്രേഡിംഗ് സിസ്റ്റം ഇതാണ്, റിജക്ഷൻ ട്രേഡുകൾ. പിന്നെ റിവേഴ്സൽ ട്രേഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ റിവേഴ്സൽ തിരിച്ച് റേഞ്ചിൽ കയറുന്നതിനുള്ള ട്രേഡ്. ഇത് ഇവിടുന്ന് താഴോട്ട് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും പി എന്ന് പറഞ്ഞു പോകുമ്പോൾ തിരിച്ച് വീണ്ടും റേഞ്ചിൽ കയറുന്ന ബ്രേക്ക് ഡൗൺ ട്രാപ്പ്, റിവേഴ്സൽ. ഓക്കെ, ഈ 4 ട്രേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കൺഫ്യൂഷൻ ആയില്ലെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയിടത്തോളം പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, എനിക്ക് തന്നെ അറിയാം ക്വാളിറ്റി. ഓക്കെ, എന്തായാലും ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ. എങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടോ എന്ന്. ഓക്കെ, താങ്ക് യു.